നമസ്കാരം. നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ ആദരണീയനായ ശ്രീ ഋഷാഷ് സാർ എത്തിയിട്ടുണ്ട്. സാറിനെ പറ്റി ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ജന്മം കൊണ്ട് രാജസ്ഥാനിലും കർമ്മം കൊണ്ട് മലയാളിക്ക് വേണ്ടി ഇത്രത്തോളം പ്രവർത്തിക്കുന്ന ഒരാള് എനിക്ക് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ ഇടക്കാലത്ത് സാറിന്റെ ഒരു പ്രകാശനമായിട്ട് സംബന്ധിച്ച് പ്രകാശനമായിട്ട് സംബന്ധിച്ച് പോയത് പ്രസ് ക്ലബിൽ. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനായിരുന്നു ബുക്ക് പ്രകാശനം ചെയ്തത്. അപ്പൊ അദ്ദേഹം ഈ ബുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് വളരെ നമുക്ക് ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലായിരുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, ഈ ബുക്ക് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഋഷാഷ് സാർ എഴുതിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ സർവീസിന് ഫോറിൻ സെക്രട്ടറി ആകുമായിരുന്നു. അത്രത്തോളം വിലപിടിപ്പുള്ള ഒരു ബുക്കാണ്. എനിക്കത് മിസ്സായി പോയി. അതിന്റെ പേരിലാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വരാനും ഈ മുഖ്യമന്ത്രി ആകാനും. രണ്ട്, അദ്ദേഹം പറഞ്ഞു, ഈ ബുക്ക് നമുക്ക് ഇദ്ദേഹം എഴുതി തന്ന് ശരിക്കും പറയാം ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ യുവതലമുറയുടെ ഒരു അംബാസഡറാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ 4000 സ്കൂളുകളിലും കോളേജുകളിലും 5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ഡ്രഗ്സിന്റെ എന്താണ് മരുന്ന്, എന്തുകൊണ്ടുള്ള അതിന്റെ നാശങ്ങൾ, നഷ്ടങ്ങൾ എന്നുള്ളതിനെ പറ്റി അവർ ബോധവൽക്കരിച്ച ഒരു സീനിയർ ഓഫീസർ ഇന്ത്യയിലെന്ന് പറയും മുഖ്യമന്ത്രി വേണം. എന്നിട്ട് അദ്ദേഹം ആ ബുക്കിനെ പറ്റി 1 മണിക്കൂർ നേരം അതിൽ ഓരോ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും സാറുമായിട്ട് ചർച്ച നടത്തുകയും. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായിരുന്നു, നമുക്ക് അതിലൊന്നും അറിയില്ലായിരുന്നു. 142 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യാറുണ്ട് സിവിൽ സർവീസിന്. ആ 10 ലക്ഷം പേരിൽ നിന്ന് 10,000 പേരാണ് സെലക്ട് ആയി വരുന്നത്. ആ 10,000 പേരെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ അതിൽ നിന്ന് 1000 പേരാ സെലക്ട് ചെയ്ത് വരുന്നത്. ആ 1000 പേരിൽ ഇപ്പൊ കേരളത്തിൽ നോക്കുമ്പോൾ ആളില്ല, കേരളത്തിന്റെ ഇപ്പൊ പേരില്ല. അത് എന്തുകൊണ്ടില്ല എന്ന് വെച്ചാൽ സാർ പറഞ്ഞു, ഞാൻ 15 കൊല്ലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടില്ല എന്ന് വെച്ചാൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, അല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യാനുള്ള പവർ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അത് വീണ്ടെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ രീതിയിൽ സാർ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ഒരു ലക്ഷ്യ എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിൽ ഞാൻ ഓണറി ആയിട്ട് ജോയിൻ ചെയ്തു. ഈ കഴിഞ്ഞ പരീക്ഷയിൽ അവിടുന്ന് 25 പേരാണ് കേരളത്തിൻ്റെതായിട്ടുള്ള അവർ കയറി പോകുന്നത്. അത് മുഖ്യമന്ത്രിക്ക് ഭയങ്കര അതിശയായിപ്പോയി. കാരണം ഇത്രത്തോളം അന്ന് അവിടെ സംസാരിച്ച കൂട്ടത്തില് നമ്മുടെ ഹോം സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി കിട്ടുന്നത് അവരൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം ഒരു ബുക്ക് ഇങ്ങനെ സാർ ഇത്ര രീതി കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പൊ അതെടുത്തോണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥ. നമ്മൾ മലയാളിക്ക് ഒരുപാട് കഴിവുണ്ട്, ഒരു മൾട്ടിപ്പിൾ ടാലന്റാണ്. മലയാളിയെ മുമ്പോട്ട് കൊണ്ടുവരണം, മലയാളിയെ അത് പല സ്ഥലത്തിന് മുമ്പോട്ട് എത്തിക്കാൻ സാധിക്കും എന്നുള്ള അതിനുവേണ്ടി ഒരു എടുത്തിട്ടുള്ള ഒരാളാണ്. ഞാനും സാറായിട്ടുള്ള ബന്ധം വലിയൊരു ബന്ധമാണ്, മുജർബത്തിന്റെ ബന്ധമായിരിക്കാം. ഞാനൊരു എന്താ പറയുന്നത്, എന്റെ ഒരു മെന്റർ എന്ന് പറയുന്ന ഒരു എന്റെ ബ്രദർ എന്ന് പറയാൻ ആ രീതിയിലാണ് ഞങ്ങൾ എന്തുണ്ടെങ്കിൽ ഞാൻ സാറിനോട് പറയാം. അപ്പൊ എന്നോട് പറയാം, എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞേക്ക് ഞാനത് വളരെ ബുദ്ധിമുട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞേ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാഗത്ത് നിന്നൊക്കെ സോൾവ് ചെയ്ത് പോകാറുണ്ട്. ഈ ഇന്നത്തെ ഓണാഘോഷം ശരിക്കും സാർ പറഞ്ഞത് ശരിയാണ്. 2 മാസം മുമ്പ് ഞാനും മോളും കൂടെ ഒക്കെ പോയിട്ടാണ് പറഞ്ഞത്. സാറിന് തിരക്കിനിടയിൽ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇന്നലെ ഒന്ന് ഞാൻ വിളിച്ചറിയിക്കേണ്ട എന്റെ ഒരു കടമയായിരുന്നു. ഞാൻ വിചാരിച്ചു സാർക്ക് ഓർമ്മയായിട്ടുണ്ട്. സാർ ഞാൻ രാവിലെ വിളിക്കുമ്പോൾ എന്നുള്ളത് ഈ 10,000 മെസ്സേജ് ദിവസം വരുന്നുണ്ട്. അതിനിടയിൽ ഞാൻ അവിടെ നോക്കുന്നത് മെസ്സേജ് സത്യമായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ സാറിന് ഇതുണ്ട്. നിങ്ങൾക്ക് ഇത്രയും സമയമായി. അപ്പൊ സാറിന്റെ വളരെ ഞങ്ങള് CGDCയുടെ എല്ലാ കാര്യത്തിലും സ്ഥലത്താറുണ്ട്. സാറിന് ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നു. സാറിന്റെ ഒരു ബുക്ക് ഞാൻ സാർ പറഞ്ഞത് എന്റെ മകളുടെ മകളുണ്ട്, അവിടെ കാലിക്കറ്റിയിൽ 2nd ഇയർ BCA പഠിക്കുന്നുണ്ട്. അയാൾക്കൊരു ബുക്ക് കൊടുത്തിട്ട് സാറിനോട് ഒന്ന് ശുപാർശ ചെയ്തു. സാറെഴുതിയ ബുക്കാണ്, ഇതാണ് സാറെഴുതിയ ബുക്ക്, ഡു ഇറ്റ് ബെറ്റർ. വളരെ ഇത് വായിച്ചു നോക്കണം. ഞാൻ കുറച്ചേ വായിച്ചുള്ളൂ. വായിച്ചു നോക്കിയാണ് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്നുള്ളൂ. പ്ലീസ് സാർ. മാറുവിന്റെ മോളാണ്. അപ്പൊ സാറിന്റെ ഒരു മെസ്സേജ് കഴിഞ്ഞിട്ട് നമുക്ക് ഓണം സദ്യ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറിനെ കുറച്ച് സമയം കൂടെ നമുക്ക് സാറിന്റെ പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ ആദ്യം സാറിന്റെ ഒരു മെസ്സേജ് കഴിച്ചിട്ട് ഓണം സദ്യ കഴിച്ചിട്ട് കുറച്ച് സമയം കൂടെ പ്രോഗ്രാം കഴിഞ്ഞ് സാറിന് നമുക്ക് കൂടാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. വേദിയിലിരിക്കുന്ന
ഇപ്പോൾ മുന്നിൽ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആദ്യമായിട്ട് മൈ അപ്പോളജീസ്. അത് നേരത്തെ ഒരു മാസം മുമ്പ് പറഞ്ഞാണെങ്കിലും അത് എനിക്ക് എവിടെയെങ്കിലും എഴുതി വയ്ക്കാമായിരുന്നു. അത് എഴുതാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ഇന്ന് രാവിലത്തെ കണ്ടക്ടറുടെ ഫംഗ്ഷനും അതിന്റെ PS ഓർമ്മിപ്പിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ലേറ്റായിപ്പോയി. എനിവേ, now from today onwards we will write all the functions in the diary. ഓണം 2026 ആഘോഷത്തിൽ നാം എല്ലാം ഇരിക്കുന്നു. ഇത് എല്ലാവരെ ഈ വർഷത്തിന്റെ ഓണം എല്ലാവരോട് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ആശംസകൾ കൊണ്ട് അറിയിച്ചിരിക്കുന്നു. ഓണത്തിന്റെ ഈ വേളയിൽ നമ്മൾ നോക്കുമ്പോൾ ചില വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇത് കേരളത്തിൽ 2-3 വർഷമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കേരളത്തിൽ നേരത്തെ ഇല്ലായിരുന്നു. 40 വർഷം ഇപ്പോൾ എനിക്ക് ഈ ഒക്ടോബർ മാസത്തിൽ എനിക്ക് തന്നാവും 40 years I have been here. Number 1, no respect for parents. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ ഇതൊരു പുതിയ ഒരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുന്നു. അമ്മ അച്ഛനെ വളരെ നിസ്സാരമായിട്ട് കാണുക. നിസ്സാരമായിട്ട് കാണുക മാത്രമല്ല, അമ്മ അച്ഛനെ തള്ളുക, ഇവൻ കൊല്ലുക. പോലീസ് ഓഫീസറായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ന്യൂസുകൾ ഞാൻ വളരെ കാര്യമായിട്ട് വായിക്കും. ന്യൂസ് കട്ടിംഗ് ഒക്കെ ഞാൻ ശേഖരിക്കും. കഴിഞ്ഞ 15 മാസങ്ങളിൽ ഏകദേശം 15ഓളം അമ്മമാരെ അവരുടെ മക്കൾ കൊന്നിട്ടുണ്ട്. 15 months, 15 murders of their own mothers. ഇത് such an educated place. അപ്പൊ ഇവിടെ അത് ഉണ്ടാവാൻ പാടില്ലേ? നമ്മൾ എങ്ങനെയാണ് ഈ ഗതികേടിൽ നമ്മൾ എത്തിയിരിക്കുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, വീടുകളിൽ തമ്മിൽ സംസാരമില്ല. പാരന്റ്സ് ഹാവ് നോ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി ചിൽഡ്രൻ. അതൊരു ദുരുദ്ദേശം കൊണ്ട് ഒന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നു. Mother used to be the main source to remove all the stress from the mind of child all over Kerala, India, all over the world. അതിപ്പോൾ ഇല്ല. മദർ ബിസി ആയിരിക്കാം, മദർക്ക് ജോലി ഉണ്ടായിരിക്കാം, മദർ ചിലപ്പോൾ അവിടെ ഇല്ലായിരിക്കാം, ഹസ്ബൻഡിന്റെ കൂടെ വേറെ സ്ഥലത്തിലായിരിക്കാം, എന്തുമാവാം. But the fact is that there is no communication. വീട്ടിലെ അമ്മമാർ ഉണ്ടെങ്കിലും സംസാരമില്ല. He mentioned about 4,000 schools. I have been to 6,500 schools. അപ്പോൾ അവരോട് കുട്ടികളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. Every day almost I talk to the children. അവർ പറയുന്നത് സർ, ഞങ്ങൾ we want to talk to our parents, but they don't listen. They only want us. അവർ ഞങ്ങൾ മുതൽ എടുക്കാൻ ശ്രമിക്കുന്ന മാത്രമല്ലാതെ, അതായത് ഞങ്ങൾ കൊണ്ട് മുതൽ എങ്ങനെ എടുക്കുക. എന്റെ മകൻ ഡോക്ടറാണ്, എന്റെ മകൾ എഞ്ചിനീയറാണ്, എന്റെ മകൻ IAS വേണ്ടി പഠിക്കുന്നു. അത് പറയിപ്പിച്ചിട്ട് ഈ കാര്യങ്ങൾ അവരുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞ് അവർ വലുതാക്കാൻ നോക്കുന്നു. But my problem is, എനിക്ക് ഇത് ഡോക്ടർ MBBS പഠിക്കാനോ
എന്നിട്ടും എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം സർ? ഒന്ന് പറയുന്നു, ഐ ആം എ വെരി ഗുഡ് സ്പോർട്സ്മാൻ. I want to play football for my school or college, but they don't allow me. I am very good in music. I want to learn an instrumental music. They don't allow me. At the same time, they say, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ A+ ഗ്രേഡിന് വേണ്ടി മാത്രം പഠിച്ചിരുന്നാൽ മതി. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ആ പരീക്ഷയിൽ പോയി എക്സാം എഴുതണം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കുട്ടികൾ അവർക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ടാവുന്നു, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു. താങ്ങാൻ പറ്റാത്ത സ്ട്രെസ് ഉണ്ടാവുമ്പോഴാണ് അവർ ലഹരി വസ്തുക്കൾ കഴിക്കുന്നത്, കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അത് പാരന്റ്സിന്റെ റോളാണ്. ഇത് ഈ സാഹചര്യങ്ങൾ നേരത്തെ തന്നെ മാറ്റുക. ടോക്ക് ടു യുവർ മദർ, ടോക്ക് ടു യുവർ ഡോട്ടർ. 20 മിനിറ്റ് സ്പെഷ്യലിസ്റ്റ് പറയുന്നത് 20 മിനിറ്റ് മതി ഒരു അമ്മയ്ക്ക് കുട്ടിയുമായി സംസാരിച്ച പ്രശ്നം തീർക്കാം. ജസ്റ്റ് 20 മിനിറ്റ്സ്. അതും നമുക്ക് കിട്ടാത്തായി പോകുന്നു. ഡിന്നർ സമയത്തിൽ നമ്മുടെ വീടുകളിൽ ഡിന്നർ സമയത്തിൽ 4 ആൾ ഇരുന്ന് ഡിന്നർ മൊബൈൽ ഫോൺ ഇല്ലാത്ത TV ഇല്ലാത്ത ഒരു സാഹചര്യം ഓർക്കാൻ പോലെ പറ്റുമോ? നടക്കുന്നില്ല. കുട്ടി മൊബൈൽ ഫോൺ കൊണ്ട് കിടക്കുന്നു. അമ്മ അങ്ങനെ പാടില്ല, മൊബൈൽ ഫോൺ പുറത്ത് വെച്ചിട്ടേ നിങ്ങൾ മുറിയിലേക്ക് പോകാവൂ. അമ്മമാർ പറയുന്നുണ്ടോ? ഇല്ല. ഇതിങ്ങനെ ഒരു പരിപാടിയുമില്ല, വെറുതെ അല്ല. നൗ ദേ ആർ ഗെറ്റിംഗ് വയലന്റ്. അവർക്ക് മൊബൈൽ ഫോണിന്റെ കലർ പോലെ മാറ്റി തന്നാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു കേസിൽ നമുക്ക് അമ്മ മൊബൈൽ ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു തള്ളി നമ്മളത് തല എവിടെയോ ഇട്ടു മരിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്നത് അയലപ്പീന്റെ കറുവാട്ട ഇതിലുണ്ടായ സംഭവമാണ്. ഞാൻ SP സംസാരിക്കുകയായിരുന്നു. SP പറയുന്നത് 13 വയസ്സാണെങ്കിലും ഇപ്പോ പുതിയ ഈ സാഹചര്യത്തിൽ അവർ ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് അഡോളസെന്റ് ഏജ് വെരി ഫാസ്റ്റ്. ഇപ്പൊ പറയുന്നത് ഇപ്പൊ സ്ട്രെസ് കാരണം കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് അഡോളസെന്റ് കിട്ടാനുള്ള വയസ്സ് സാധാരണ 13 ഒക്കെ ആണല്ലോ. 10 വയസ്സിൽ they are reaching to their adolescent age. 10 years. Why it is happening? Doctors പറയുന്നത് it's all because of stress. അപ്പോൾ they are becoming wiser earlier. ഈ 13 വയസ്സുകാരി ഇത് ഒരു പുള്ളികൾ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുക സുഹൃത്തുക്കളോട്, ഇയാളെ ഒന്ന് കൊല്ലണം. SP പറഞ്ഞു ഇയാളെ സ്വന്തം ഗ്രാൻഡ് ഫാദർ ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയോ അത് വെറുതെ പറയുകയാണ്. കാരണം അങ്ങനെ ഒരു സംഭാവന, അങ്ങനെ ഒരു സംഭാഷണം അവർ അമ്മയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പറയണമല്ലോ, അതൊന്നുമില്ല. അപ്പൊ ഈ ആൺകുട്ടികളും അവരും മഹാമോശമാണ്. ഞങ്ങൾ വെറുതെ കൊന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? അങ്ങനെയാണെങ്കിൽ വരെ സ്വർണ്ണമോഹമുണ്ട്. ആളില്ലാത്ത സമയത്തിൽ ഞാൻ പറയാം നിങ്ങൾ അതുകൊണ്ട് അത് പാരിതോഷികമായിട്ട് അത് കൊണ്ടുപോയാൽ മതി. 13 വയസ്സ്. Just think of it. 13 years. 18 വയസ്സായാൽ ഇവർ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കാൻ പോലെ നമുക്ക് പറ്റത്തില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയെന്നാണ് നമ്മുടെ ഇവിടുത്തെ കാര്യം, നമ്മുടെ ഇന്നത്തെ ചിന്ത. ആ വീട്ടില് ഒരു സംസാരവും ഇല്ലായിരിക്കുകയെന്ന് ഉറപ്പാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങളുടെ കുട്ടികളാവുമ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ കുട്ടികൾ സ്കൂൾ സമയത്തിൽ ഒരുപാട് കളിയാക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മനോട് പറയിക്കുകയായിരുന്നു. സംസാരത്തിന് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇതെല്ലാം സംസാരിക്കുന്നത് ഓപ്പറേഷൻ 18 വയസ്സ്
സമയത്തിൽ ഒരു വലിയ ഓപ്പറേഷൻ നടന്ന ശേഷമാണ് സംസാരിക്കാവുന്നതേക്ക് പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇല്ല. കുട്ടികളെല്ലാം കളിയാക്കുന്നു. എന്ത് ചെയ്യാം? ടീച്ചർമാർക്ക് കേൾക്കാനുള്ള സമയമില്ല. അമ്മനോട് പറഞ്ഞു, അമ്മ പറഞ്ഞു സാരമില്ല, അമ്മ എന്റെ കൂടെ സമാധാനപ്പെടുത്തി. പറയാൻ വരുന്നത് എനിക്ക് ദുഃഖങ്ങൾ എനിക്ക് അമ്മനോട് എനിക്ക് പറയാൻ തോന്നിയുള്ളൂ. ഇപ്പൊ ആ പെൺകുട്ടി ആരോടും അവിടെ പെൺകുട്ടി കറന്നെ പറയുകയാണ്, ഈ വനിത SI ചേച്ചി കൊണ്ട് എന്റെ അമ്മ എന്നോട് സംസാരിച്ചായിരുന്നെങ്കിൽ ഈ ഗതികേടിലേക്ക് ഞാൻ വരുന്നില്ലായിരുന്നു. ഇപ്പൊ പറയുന്നു, ശരിയാണോ ഇല്ലയോ നമുക്കറിയില്ല. വി ഹാവ് ടു ഇംപ്രൂവ്. ഈ നമ്മുടെ വീട്ടിലെ സാഹചര്യം നമ്മൾ മാറ്റിയേ മതിയാവും. എല്ലാ കാര്യങ്ങളും എല്ലാ ദോഷങ്ങൾ കുട്ടികളുടെ തലയിൽ വെച്ചിട്ട് കാര്യമില്ല. വി ആർ ഓൾസോ റെസ്പോൺസിബിൾ. വി മീൻസ് പാരന്റ്സ്. എങ്ങനെ മൊബൈൽ ഫോൺ ഈ കുട്ടികൾ ഉപയോഗിക്കരുത് പറയുമ്പോൾ പുതിയ സർവേയിൽ പറയുന്നത് കുട്ടികളെക്കാളും ഇരട്ടിയായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പാരന്റ്സ് ആണ്. റിപ്പോർട്ട് ഗൂഗിളിൽ പോയി വായിക്കാം. കുട്ടികൾ പറയുന്നത് എന്റെ ഇതാവുമ്പോ നിങ്ങളെന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഉപയോഗിക്കുന്നത്, പിന്നെ എന്നോട് പറഞ്ഞിട്ട് വന്ന കാര്യമില്ല. ആ കുട്ടി കേൾക്കൂല. പിന്നെ ഈ കുട്ടി ഇത് ആദ്യമായി കുറെ ലക്ഷണങ്ങളുണ്ട്. ഈ ലഹരി വസ്തുവായാലും മൊബൈൽ ഫോൺ ഉപയോഗമായാലും അത് തുടങ്ങുമ്പോൾ തന്നെ തടയണം. ഒരു സുപ്രഭാതത്തിൽ മൊബൈൽ ഫോൺ എടുത്താൽ ചിലപ്പോൾ ആ കുട്ടി തള്ളും. ഇല്ലെങ്കിൽ ആ കുട്ടി തന്നെ വിഷമിച്ചിട്ട് ആ വിഷം കഴിച്ചിട്ട് ഇല്ലേ? So your communication has to be continuous and from the very early age. ഇവിടെ ടീച്ചർമാരാകട്ടെ, ഞാനും ഒരു പഴയ ടീച്ചറാണ്. ഐ വാസ് ലെക്ചറർ earlier before coming to service. ഇത് എന്റെ ഒരു കാഴ്ചപ്പാട്. ജയിലില് 2-3 വർഷം ഞാൻ ജയിൽ DGP ആയിരുന്നു. അവരുടെ അമ്മ അച്ഛൻ ആരാണെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. ജയിലിൽ കിടക്കുന്ന ആളുകൾ. യു വിൽ ബി സർപ്രൈസ്ഡ് ടു നോ, ഒരാളുടെയും അമ്മ അച്ഛന് ടീച്ചറായിരുന്നു ആ ആളുടെ ഞാൻ കണ്ടിട്ടില്ല. അത് ടീച്ചർമാരുടെ ഒരു സാധാരണ ചെറിയൊരു ശല്യമുണ്ട്. ഞങ്ങളെ എല്ലാ ആളുകളെയും ഇങ്ങനെ ഉപദേശങ്ങൾ പറഞ്ഞേ നടക്കുക. കുട്ടിക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും. പക്ഷെ അത് ഗുണം ചെയ്യുന്നു. വീട്ടിലുള്ള കുട്ടികൾക്ക് ആ അമ്മ അച്ഛനൊക്കെ അവരെ ഉപദേശങ്ങൾ കൊണ്ടേയിരിക്കുകയാണ്. ഇത് ശരിയല്ല, ഇത് ചെയ്യണം. അപ്പൊ ആ കുട്ടി പഠിച്ചിരിക്കുന്നു. അത്ര അതർവൈസ് യു ടെൽ മീ വാട്ട് ക്യാൻ ബി എനി അതർ റീസൺ വൈ ടീച്ചർമാരുടെ ഒരാളെ 10,000 ആളുണ്ട് ജയിലുകളിൽ മൊത്തം കേരളത്തിൽ. എന്തുകൊണ്ട് ഞാൻ ഒരു ടീച്ചറുടെ മക്കളെ ഞാനവിടെ കള്ളനായിട്ട് കണ്ടിട്ടില്ല, മർഡറായിട്ട് കൊലയാളിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് വേറെ എന്തായിരിക്കും കാരണം ഉണ്ടാവോ? പറയും. ഞങ്ങൾ ഈ പോലീസ് ഓഫീസറായാലും പട്ടാളത്തിലെ ആളായാലും സമയമില്ല. പക്ഷെ വീട്ടിൽ അമ്മ ഉണ്ട്. താങ്കൾക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്തിൽ ഏതൊരു അമ്മന്റെ സ്വന്തം കുട്ടിയുമായി സംസാരിക്കാൻ 20 പേര് പോലും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അമ്മ എത്ര സമയം സ്കൂളിൽ നിന്നാവുന്ന നമ്മുടെ ഒരു ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഷീ ഓൾവേസ് ഹാസ് അറ്റ്ലീസ്റ്റ് 20 minutes ടു ടോക്ക് ടു ഹിസ് ഓർ ഹർ ഓൺ ചൈൽഡ്. അത് തുടങ്ങണം. അങ്ങോട്ട് ചോദിച്ചാലേ അവർ കാര്യങ്ങൾ പറയുള്ളൂ. അത് വേറെ കുട്ടികളുടെ വേറെ ഒരു പ്രശ്നം. തന്നെത്താൻ അവർ പറയില്ല. മദർ ഷുഡ് ആസ്ക്, എന്താ മോനെ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരൊക്കെയാണ്? ഇങ്ങനെ ആരും ചെല്ലപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ സ്കൂളിൽ ഇതുണ്ടോ, ലഹരി വസ്തു ഉണ്ടോ? അത് നിങ്ങൾ ചെയ്യരുത്, അത് ഉപയോഗിക്കരുത്. ഈ ടീച്ചർമാർ ഞങ്ങൾ എങ്ങനെയാണ് അവർ പുറകിൽ നടക്കുന്നത്? അവരത് ചെയ്യുന്നില്ല. സോ പ്ലീസ് ഹാവ് സം കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ചിൽഡ്രൻ. ഈ പെൺകുട്ടിക്ക് അഥവാ അങ്ങനെ ഒരു ഗ്രാൻഡ് ഫാദർ ശല്യം ചെയ്യുകയാണെങ്കിൽ അമ്മ കുട്ടിയോട് ദിവസം ചോദിക്കാറുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി അങ്ങോട്ട് പറയാമായിരുന്നല്ലോ. അഥവാ അങ്ങനെ ആണെങ്കിലും ഇല്ലാതെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. This has to change.
ഈ വയലൻസിന് പല കാരണങ്ങളുണ്ട്. ദിസ് ഈസ് വൺ. തെറ്റായ കാര്യത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇയാളെ എന്തു ചിലപ്പോൾ കേട്ടിയില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞേ കൊണ്ടിരിക്കണം. അത് തെറ്റാണ്. മോനെ 1 മണിക്കൂറായി ആ മൊബൈൽ ഫോൺ നിങ്ങൾ ഓഫ് ചെയ്യണം. മോനെ മൊബൈൽ ഫോൺ ഇത് ഓഫ് ചെയ്യണം. അവസാനത്തെ നിങ്ങൾ പറഞ്ഞാൽ 2-3 ദിവസം ശേഷം ഇയാൾ ഓഫ് ചെയ്യും. ബട്ട് ബിഫോർ ദാറ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ 1 മണിക്കൂർ വരെ ഉപയോഗിക്കാനുള്ള പാഠം അങ്ങോട്ട് പഠിച്ചു കൊടുക്കും. Number 2, the problem I see in today's society, റീഡിംഗ് ഹാബിറ്റ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയി എന്ന് പറയാം. വായന ഇല്ല. ഈ വായന ഉണ്ടെങ്കിൽ നമ്മള് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. തെറ്റെന്താണ് ശരി എന്താണ് അത് നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒന്നുമില്ല. ഒരു വർഷം 3-4 സബ്ജക്റ്റിൽ 1-2-3-4 പുസ്തകങ്ങൾ മാത്രം വായിക്കാനല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും വായന ഉണ്ടോ? അവരുടെ കുട്ടികളുടെ മാഗസീൻസ് ഉണ്ട്. ഇന്ത്യ ടുഡേ പോലെയുള്ള ഒരു മലയാളത്തിൽ തന്നെ ഒരു മാഗസീൻ ഉണ്ട്. ആരും ഒന്നും വായിക്കുന്നില്ല. വായന ഇല്ല, സംസാരമില്ല. വി ഡോണ്ട് സ്പീക്ക്. നമ്മുടെ അവർ പറയുന്നത് ഒരു സ്ത്രീക്ക് 20,000 വാക്കുകൾ ദിവസേന പറയണമെന്നാണ്. ഞാനല്ല ഡിസൈഡ് ചെയ്യും. ആണുങ്ങൾക്ക് ഒരു 10,000 വാക്കുകൾ ദിവസേന സംസാരിച്ചേ മതിയാവും. 20,000 വേർഡ്സ് ആൻഡ് 10,000 വേർഡ്സ് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? ചൈന ജപ്പാനിലെ ഒക്കെ ഒരു ആണ് ഇപ്പൊ വായ പോലെ തുറക്കുന്നത് 16 മിനിറ്റിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ നോക്കൂ. നിങ്ങൾ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങൾ യു ടേക്ക് യുവർ ഓൺ കൗണ്ട്. 1000 വരെ നിങ്ങൾ എത്തുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. യു ആർ സ്പീക്കിംഗ് സോ ലെസ്. അതൊക്കെ മാറ്റിയേ മതിയാവും. 1 മണിക്കൂറെങ്കിലും നമ്മൾ വി ഷുഡ് എൻഷുർ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഹോൾ ഡേ വി ഹാവ് സ്പോക്കൺ മിനിമം 1 hour. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ പോകുന്ന വയലൻസിന്റെ കാര്യം, വായനാശീലം. ഇവിടെ പോയ കുട്ടികളുണ്ട്. ഓണം സമയത്ത് Onam is the longest festival of the world. It is celebrated for 10 days. ഓരോ ദിവസത്തിന്റെ ഓരോ പേരും 3 പേര് പോലെ താങ്കൾക്ക് പറയാൻ പറ്റും. 10 കോട്ടും എന്തുമാണ് അത് ആ കുട്ടി പറയാം. അങ്ങനെ അവർ പറയാതെ കൂടെ ബാക്കിലേക്ക് അങ്ങനെയോട് ചോദിക്കാൻ വേറെ ഒരു ചോദ്യമുണ്ട്. അമ്മമാർക്ക് ചോദിക്കാനോ വേറെ ചോദ്യമുണ്ട്. ഇതിനെ എന്നെ പറഞ്ഞാൽ മതി. പ്രയോറിറ്റിയും ഉണ്ട്. അർത്ഥം ഒന്ന് ഞാൻ പറഞ്ഞു പോട്ടെ. ചിതിര അമ്മ അല്ലേ പറഞ്ഞത്. അടുത്ത ചോദ്യം അമ്മനോടാണ്, അമ്മമാരോട്. 10 ദിവസത്തിന്റെ 10 പല പരിപാടികളുണ്ട്. എന്താ 10 അക്കത്തിന്റെ ഒരു പരിപാടിയുണ്ട്, ചിതിരയുടെ വേറെ ഒരു പരിപാടിയുണ്ട്, ജ്യോതിന്റെ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. തമാശ ഒന്നും തന്നെ പറയുന്നില്ല. ഐ റെഡി വിത്ത് ദി ആൻസർ. ഇത് നഗരം കൊച്ചാക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഒരു സാധാരണ വായനയുടെ കാര്യമാണ് പറയുന്നത്. കുട്ടി ഇവിടുത്തെ MLA ആണ്, ഈ സ്ഥലത്തിന്റെ MLA ആണ്. ദിസ് ഈസ് എ മാറ്റർ ഓഫ് ഇത് ആലോചിക്കാനുള്ള വിഷയമാണ്. നമ്മളൊന്നും വായിക്കുന്നില്ല.
The problem is, ഇവരെല്ലാം ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ PSC പരീക്ഷ ആയാലും UPSC പരീക്ഷ ആയാലും ഈ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് ബ്രോട്ട് സം ബുക്ക്. ആർക്കും വേണമെങ്കിൽ അത് വായിക്കാം. താങ്കളുടെ പെട്ടെന്ന് വായനാശീലം കൂട്ടാൻ പറ്റൂല. ഇതൊരു പ്രക്രിയയാണ്. അത് 5-6 വർഷം വായിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവും. അത് ചെയ്താൽ 1 മണിക്കൂർ നീണ്ട വായന ചെയ്താൽ താങ്കൾക്ക് അത്രത്തോളം സ്ട്രെസ് ലെവൽ താഴത്തിലേക്ക് വരും, ഭാഷ നന്നാവും. And third is too much excessive use of mobile phone. 4-5 മണിക്കൂർ വരെ എത്തിക്കഴിഞ്ഞു. ഇതുണ്ടല്ലോ, ഇത് എത്ര പ്രാവശ്യമാണ് നമ്മൾ ഒരു ദിവസത്തിൽ കാണുന്നത്? ഇതൊക്കെ സ്റ്റഡീസ് നടന്ന സ്റ്റഡീസ് അവസാനം 100 പ്രാവശ്യമാണ് നമ്മൾ വെറുതെ ചുമ്മാ ഒന്നുമില്ല ഇതിനകത്ത്. ഈ ഹോട്ടലിൽ എനിക്ക് ക്ലാസ് ഇല്ലെങ്കിൽ ഞാൻ ഒരു കഫേയിലാണ് ഞാൻ പോയി ഇരിക്കുന്നത്. ദെൻ ഐ വാച്ച് പീപ്പിൾ. അതിൽ സുഹൃത്തുക്കൾ കുറെ വർഷങ്ങളായിട്ട് കണ്ടില്ല. അവർക്ക് വന്ന് സുഹൃത്തുക്കളൊക്കെ വന്ന് ഹലോ എന്തൊക്കെ ഒന്നും പറഞ്ഞതിന് ശേഷം ആൾ ഇരിക്കുന്നു, ആ മൊബൈലിലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. മിണ്ടാത്ത അവർ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയത്. അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, മോളുണ്ട്, മോനുണ്ട്, 4 ആള്. എന്തോ അവർ കഴിക്കുന്നു. 4 ആള് 4 മൊബൈൽ ഫോൺ കണ്ടു. ദിസ് ഈസ് കില്ലിംഗ് അസ്. പ്രായപൂർത്തിയാവാതെ കുട്ടികൾ അവർ 4-5 മണിക്കൂർ അതിനകത്ത് പോയാൽ പിന്നെ നമ്മൾ 24 മണിക്കൂറുള്ള ബാക്കി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യാൻ പറ്റില്ല. ഉറക്കം എല്ലാവരും പോയി. 59% 18 വർഷത്തിന്റെ താഴെ കുട്ടികൾ 59% 5 മണിക്കൂർ പോലും കിടക്കുന്നില്ല. കൺസെൻട്രേഷൻ എണ്ണം പോയി. ഒരു വിഷയത്തിൽ 3 മിനിറ്റിനേക്കാണ് തമിഴിൽ ചിന്തിക്കാൻ പറ്റില്ല. റീൽ കണ്ടോ? നമ്മൾ ഈ മൊബൈൽ വരുമ്പോൾ റീൽ 10 മിനിറ്റിന്റെ ആയിരുന്നു. അത് കാണാൻ സമയമില്ല. അപ്പൊ ആ വീടുണ്ടാക്കിയ ആളുകൾ അത് 7 മിനിറ്റില്ല. അതും പോരാ. അത്രയും നോക്കാൻ സമയമില്ല. 5 മിനിറ്റിലാക്കി, 1 മിനിറ്റിലാക്കി. അതും പോരാ. 1 മിനിറ്റ് ഈ നോക്കാൻ പറ്റില്ല, സമയമില്ല. ഇപ്പോ ലോകം മുഴുവൻ ഇത് അവസാനത്തെ 30 സെക്കൻഡിന് വേണ്ടി ആക്കിയിരിക്കുകയാണ്. 30 സെക്കൻഡിന് കാണിച്ചാൽ അത് മാത്രമേ പ്രായപൂർത്തിയാവാതെ കുട്ടികളെ കാണുകയുള്ളൂ. ഇല്ലെങ്കിൽ കാണാൻ സമയമില്ല. അവർക്ക് ആ സ്ക്രോളിംഗ് ഒരു രോഗമായിട്ട് മാറി. എനിക്ക് എപ്പോഴും 5 സെക്കൻഡിൽ സ്ക്രോൾ ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഒരു IAS IPS ഡോക്ടറോ എഞ്ചിനീയർ ആക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിലും ഈ രോഗം കാരണം കൊണ്ട് നമുക്ക് ഒന്നും ആവാൻ പറ്റില്ല. This has to reduce. But the whole family has to reduce it. നിയമം വരാൻ പോകുന്നു. ഓസ്ട്രേലിയ is the only country where 16 വയസ്സിന്റെ താഴെ കുട്ടികൾ അതോ ഇത് 1 മണിക്കൂറേക്കാൾ കൂടുതൽ ഇത് ഉപയോഗിച്ചാൽ ജയിലിൽ പോകുന്നത്. They are going to jail. അപ്പോൾ ഇന്ത്യ രാജ്യത്തിലേക്ക് ഒരു ചർച്ച നടക്കുന്നു. ജയിലിൽ അവരെ അയക്കണോ ഇല്ലയോ? ബില്ലെല്ലാം കരടെല്ലാം തയ്യാറാണ്. ഇപ്പൊ വരാൻ പോകും. അയക്കണോ ഇല്ലയോ പറയും. നിങ്ങളുടെ അഭിപ്രായം ഞാൻ ശേഷി തെളിവ് സാറിനോട് ഞാൻ പറഞ്ഞോളാം. പറയും. എന്നിട്ട് വേണ്ട അദ്ദേഹത്തിന്റെ ബന്ധുവിന് വേണ്ട. അറുപത് രാജ്യങ്ങളില് അമ്മ അച്ഛൻ ജയിലിൽ പോകാത്ത ഒരു നിയമവും വന്നിട്ടുണ്ട്. ഈ കുട്ടിക്ക് പല രീതിയിൽ ശിക്ഷിക്കാനുള്ള ഏർപ്പാടൊക്കെ വന്നിട്ടുണ്ട്. സ്കൂളിലെ അഡ്മിഷനിലെ ചിലപ്പോൾ അവിടെ മാറ്റിക്കളയും, അങ്ങനെയൊക്കെ. അതിന്റെ ആ നിയമം വളരുന്ന മുമ്പ് നമ്മൾ തന്നെ നന്നായി കൂടെ. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവർക്കും ലേറ്റ് ആയതുകൊണ്ട് മണിയായി വിശക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്
ഞാൻ നിർത്തുന്നു. താങ്കളോട് വരാൻ പോകുന്ന ഇത് ഞാൻ പറഞ്ഞ ഇത് വേറെ രീതിയിൽ എടുക്കരുത്. ഇവിടുത്തെ വെല്ലുവിളികൾ പോലീസ് ഓഫീസറായിട്ട് കാണുന്ന വെല്ലുവിളികളാണ് ഇത്. നെയ്യാറ്റിൻകരയില് ഒരു ആൺകുട്ടി അമ്മയെ കൊന്ന ആളുടെ കേസ് പോലീസിന്റെ രീതിയാണ്. ഒരു പ്രാവശ്യം അത് തിരിച്ചു കൊണ്ടുപോകും. ക്രിയേറ്റ് ദ സീൻ, എങ്ങനെയാണ് കൊന്നത്. അപ്പൊ കുറെ ആൾ കൂടിയുള്ളൂ. പത്രത്തിൽ വായിച്ച ന്യൂസ് ആൾ കൂടിയുണ്ട്. ഇയാള് എങ്ങനെ കഴിച്ചിരിക്കുകയാണ്. എ പേഴ്സൺ ഹു കീൽഡ് ഹിസ് ഓൺ മദർ. ആൾ കൂടിയപ്പോൾ ഇയാളുടെ ഒരു സന്തോഷം പോലെ ആളുകൾ ഞാൻ ഫേമസ് ആയി പോയി. ഇങ്ങനെയുള്ള ഗതികേട് ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഇന്ന് മുതൽ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. വയലൻസ് ഉണ്ടാക്കാൻ പാടില്ല. വൈ സോ മച്ച് ഓഫ് വയലൻസ് ഇൻ കേരള സൊസൈറ്റി? ഇതൊക്കെ പഞ്ചാബ് ഹരിയാനയിലെ ഡ്രഗ്സ് കഴിഞ്ഞിട്ട് 10-15 വർഷം മുമ്പ് ആയിരുന്നു. അത് ഇവിടെ വരെ എത്തിയിരിക്കുന്നു. So, all this is the three things: വായനാശീലം, less use of mobile, and respect for parents. അത് പാരന്റ്സ് തന്നെ എൻഷുർ ചെയ്യണം. They must get respect from their children. അതിനുവേണ്ടി പാരന്റ് പണി ചെയ്യണം. അതിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരോട് ഓണമിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കേൾക്കുന്നു.